இப்போ நான் இருக்கிறேன் இல்லைன்னு சொல்லி என் மனைவி என் பேர்ல டெத் சர்டிஃபிகேட் எடுத்திருக்கா. பவானியில் நான் இறந்துட்டேன்னு சொல்லி போலியான இது இறந்துட்டேன்னு சொல்லி அங்கே ஸ்டேஷன்ல எஃப்ஐஆர் போட்டு இங்கே தாலுகா ஆஃபீஸில் வந்து எல்லாத்தையும் சரண் பண்ணி വാരി സർട്ടിഫിക്കറ്റ് അപ്ലൈ. സുഹൃത്തുക്കളെ, തമിഴ്നാട്ടിൽ നിന്ന് ഒരു വാർത്ത എന്താണെന്നറിയോ? ഭർത്താവ് മരിച്ച് എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ഭർത്താവിന്റെ സ്വത്തൊക്കെ അടിച്ചു മാറ്റാൻ നോക്കിയിരിക്കുക. ഇപ്പൊ ഇതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭർത്താവ് സിംഗപ്പൂരിൽ നിന്ന് വർഷങ്ങളായിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഭാര്യയായിട്ട് വഴക്കൂടി ഇപ്പോൾ രണ്ടാൾ കുറച്ച് ദിവസമായിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഭാര്യ ഈ സ്വത്തൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നേരെ പോയിട്ട് എല്ലാ ഗവൺമെന്റ് ഓഫീസിൽ പോയിട്ട് എന്റെ ഭർത്താവ് മരിച്ചു പോയിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തിട്ട് ബാഗിൽ പോയിട്ട് 10-35 ലക്ഷം രൂപ അടിച്ചു മാറ്റി, അതുപോലെ തന്നെ കുറെ സ്വത്തുകളൊക്കെ ഇവരുടെ പേരിൽ ആക്കാൻ നോക്കി. അങ്ങനെ ഏതോ ഒരു ഉദ്യോഗസ്ഥന് ഡൗട്ട് അടിച്ചിട്ട് പുള്ളി അങ്ങ് പോലീസിന് കംപ്ലൈന്റ് ചെയ്തപ്പോൾ പോലീസ് ഇത് അന്വേഷിക്കാൻ വന്നു. കാരണം ഈ ഭാര്യ കൊന്നാണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഇത് അന്വേഷിച്ചപ്പോ ഭർത്താവ് സിംഗപ്പൂരിൽ വന്നിരിക്കുക. ഒന്നാലോചിച്ച് നോക്കി, ഞാൻ മരിച്ചിട്ടില്ല പറഞ്ഞു. എന്തൊരു സീനാണല്ലേ. അപ്പോൾ ഈ ഒരു ഭാര്യയെ കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ചെയ്യുക.